कोई भी 2 सीटें लड़ने का संविधान में व्यवस्था है, लड़ सकता है। कोई 2 सीट पे लड़े कोई बुरा चीज है, ऐसा मैं नहीं मानता हूं। लेकिन जिस स्थिति में अमेठी से भागना पड़ा है, मुद्दा चर्चा का विषय अमेठी से भागना पड़ा वो है जो दशकों से एक परिवार की विरासत रही है। वहां से भागने के लिए मजबूर होना ये चर्चा का विषय है। ആവേശകരമായ തെരഞ്ഞെടുപ്പിനൊടുവിൽ കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാന മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. 6 മണിയോടുകൂടി പരസ്യ പ്രചാരണം അവസാനിക്കും. പ്രചാരണ കൊട്ടിക്കലാശത്തിനിടെ വിവിധയിടങ്ങളിൽ നേരിയ സംഘർഷവും ഉണ്ടായി. അല്പം മുൻപ് തൊടുപുഴയിൽ LDF UDF പ്രവർത്തകർ തമ്മിലടിച്ചു. തിരുവനന്തപുരത്ത് AK ആന്റണിയുടെ റോഡ് ഷോ തടസ്സപ്പെടുത്തുകയും ചെയ്തു. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരണിലേക്ക് വരാം. അല്പം മുൻപ് വേളിക്കടുത്തായിരുന്നു സംഭവം. ശശി തരൂർ, AK ആന്റണി എന്നിവരുടെ റോഡ് ഷോ തടസ്സപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്തു. മറ്റിടങ്ങളിലും തൊടുപുഴയിലും നേരിയ തോതിൽ സംഘർഷമുണ്ടായി. LDF UDF പ്രവർത്തകർ തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായി. കിരൺ ബാബു തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നു. കിരൺ, എങ്ങനെയാണ് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്? റോഡ് ഷോ തടസ്സപ്പെടുത്തിക്കൊണ്ട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെ? റോഡിന്റെ ഇരുവശത്തു നിന്നുമാണ് UDF നേതൃത്വത്തിൽ AK ആന്റണിയും ശശി തരൂരിന്റെയും റോഡ് ഷോയും LDF പ്രവർത്തകരും വന്നത്. LDF പ്രവർത്തകർ കൂടുതലും ഇരുചക്ര വാഹനങ്ങളിലായിരുന്നു. കുതികളുമായി കുതിരാക്കം വിളിച്ചു വന്ന LDF പ്രവർത്തകരാണ്. റോഡിന്റെ ഇരുവശങ്ങളിലൂടെ 2 പ്രവർത്തകർക്കും കടന്നു പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ LDF പ്രവർത്തകർ ഈ ചെറിയ റോഡിനെ പൂർണ്ണമായും നിറഞ്ഞുകൊണ്ടാണ് അവർ നിന്നിരുന്നത്. ആദ്യം കുറച്ചു നേരം UDFന്റെ പ്രചരണ വാഹനം അവിടെ നിർത്തി ഇവർ കടന്നു പോകാനായി അല്പസമയം കാത്തിരുന്നു. എന്നാൽ അത് കടന്നു പോകാതെ അവർ അവിടെ നിന്ന് തന്നെ മുദ്രാവാക്യം വിളിക്കുകയും പ്രകോപനപരമായ ഇരുഭാഗത്തും മുദ്രാവാക്യം സ്വാഭാവികമായും ഉയർന്നു. അതിനുശേഷം പിന്നീടും 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇത് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടായില്ല. കുറച്ച് പോലീസുകാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ പോലീസുകാർ ഏതെങ്കിലും തരത്തിൽ ഇതിനെ നിയന്ത്രിച്ച് മാറ്റാൻ കഴിയുന്നൊരവസ്ഥയായിരുന്നില്ല. പോലീസുകാരുടെ എണ്ണം അത്രത്തോളം കുറവാണ്. 10-ൽ താഴെ പോലീസുകാർ മാത്രമാണ്. പ്രവർത്തകർ ഇരുഭാഗത്തുമായി 1000-ഓളം പ്രവർത്തകർ ഇരുഭാഗത്തുമായി ഉണ്ടെങ്കിൽ ഈ പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാഗ്യത്തിനാണ് ഒരു വലിയ സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ അത്ര ഒരു അടിയിലേക്ക് പരസ്പരം ഒരു കൈവെക്കുന്ന അവസ്ഥയിലേക്ക് പോകാതിരുന്നത്. അത്ര ഉന്തും തള്ളും അതോടൊപ്പം തന്നെ മുദ്രാവാക്യം ഏകദേശം തെറിവിളിക്കുന്ന രീതിയിൽ തന്നെ എന്ന് പറയാവുന്ന ഇരുഭാഗത്തു നിന്നുമുള്ള മുദ്രാവാക്യം വിളികളും ഡാൻസും എല്ലാമായി കുറേയേറെ മണിക്കൂറോളം നേരമാണ് AK ആന്റണിക്ക് അവിടെ നിൽക്കേണ്ടി വന്നത്. അതിനുശേഷം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇതേ തുടർന്ന് ആന്റണിയും ശശി തരൂരും വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്നു പോകാനും കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പുറത്തെ ഭാഗത്ത് UDF പ്രവർത്തകരും പോലീസിനെതിരെയാണ് തിരിഞ്ഞത്. ആന്റണി പൂന്തുറയിലെത്തുന്നത് തടയാൻ വേണ്ടി ബോധപൂർവം ചെയ്തതാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും UDF ഉന്നയിക്കുന്നത്. പൂന്തുറയിൽ ആന്റണിയെ സംബന്ധിച്ച് ആന്റണി പൂന്തുറയിലെത്തുന്നത് തടയുക, പൂന്തുറയിൽ വലിയ സ്വീകരണം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ആന്റണി പൂന്തുറയിൽ വലിയ ഒരു ഇത്തരം റോഡ് ഷോ നടത്താറുണ്ട്. AK ആന്റണി നമ്മളോട് പ്രതികരിച്ചത്, എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത്. ഇത്തരമൊരു ദുരനുഭവം എനിക്ക് എവിടെയും ഉണ്ടായിട്ടില്ല. എന്റെ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിന് ഇരുഭാഗത്തും പ്രവർത്തകർ ആവേശം കാണിക്കാറുണ്ട്. പക്ഷേ ഒരു നേതാവിനെ തടഞ്ഞു വെക്കുക എന്ന തരത്തിലുള്ള ഒരു രീതി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനെതിരെ ശക്തമായ രീതിയിലാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് VS ശിവകുമാറും ശശി തരൂരും അതോടൊപ്പം നെയ്യാറ്റിൻകര സലിലും അടക്കമുള്ളവർ പ്രതികരിച്ചത്. എന്തായാലും അതിനുശേഷം വാഹനത്തിൽ നിന്നിറങ്ങി നടന്ന് മുന്നിലേക്ക് എത്തിയ ശേഷം വീണ്ടും അടുത്ത വാഹനത്തിൽ കയറിയാണ് ഇപ്പോൾ AK ആന്റണിയും ശശി തരൂരുടെയും വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകുന്നത്. കിരണിലേക്ക് തിരികെ വരാം. അത്യന്തം ആവേശകരമായി കൊട്ടിക്കലാശം അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോഴാണ് നേരിയ രീതിയിലുള്ള സംഘർഷ വാർത്തകൾ ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. അല്പം മുൻപ് മലപ്പുറത്തും ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. CV അനുമോദും നമുക്കൊപ്പം ചേർന്നു. അനുമോദ്, ഏത് രീതിയിലായിരുന്നു ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ നേരത്തെ മലപ്പുറത്ത് ഉണ്ടായത്? സ്ഥിതി ഇപ്പോൾ എങ്ങനെ? അവസാന മണിക്കൂറിൽ പ്രചാരണം നീങ്ങുമ്പോൾ അപർണ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം LDFന്റെയും UDFന്റെയും പ്രവർത്തകർക്കിടയിൽ ഒരു മതിൽ പോലെ പോലീസ് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ജാഥകൾ LDFന്റെയും UDFന്റെയും പ്രവർത്തകർ പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഈ ഒരു ജാഥയുടെ ഇടയിലേക്ക് മറ്റൊരു ജാഥ സംഘം കയറാൻ ശ്രമിച്ചതോടെയാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവർക്കിടയിൽ 2 LDFനും UDFനും 2 ദിശകളിലായിട്ടായിരുന്നു സ്ഥലം കൊടുത്തിരുന്നത്. പക്ഷേ പ്രവർത്തകരുടെ
അത് തള്ളി കയറി വരികയായിരുന്നു. തുടർന്ന് ഈ ഇരു കൂട്ടരും മുഖാമുഖം നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു. ഇരു കൂട്ടരും പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും ഇത് സംഘർഷത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം വന്നു. ഇപ്പോൾ അവർക്കിടയിലേക്ക് പോലീസ് ഒരു മതിൽ പോലെ നിവർന്നു നിൽക്കുകയാണ്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം മലപ്പുറത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള സംഘർഷങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇത് ഒരു പക്ഷേ ചെറിയ തോതിലുള്ള സംഘർഷത്തിന് സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഇപ്പോൾ ഡിവൈഎസ്പിയുടെയും സിഐഡി നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പ്രവർത്തകരെ സംയമനത്തോടെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും കൊടികൾ വീശുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അത് ഒരു തരത്തിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയുള്ളതിനാൽ പോലീസ് വളരെ ജാഗ്രതയോടെയാണ് ഈ പ്രശ്നം ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മലപ്പുറത്തിന്റെ തീരദേശ മേഖലയിൽ പലയിടത്തും ചെറിയ തോതിലുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നു. പുത്തനത്താണിയിൽ പോലീസും പാർട്ടി പ്രവർത്തകരും തമ്മിൽ ചെറിയ സംഘർഷം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുണ്ട്. ഇതിൽ പുത്തനത്താണി SI പ്രിയന് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. മറ്റെവിടെയും വലിയ തോതിലുള്ള സംഘർഷങ്ങളൊന്നും ഇതുവരെ ഉണ്ടായതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പലയിടത്തും പ്രത്യേകിച്ച് പൊന്നാനി മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും ഇന്നലെ ലീഗും CPM തമ്മിലുള്ള ചെറിയ സംഘർഷങ്ങളുണ്ടായിരുന്നു. ഇവരുടെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലാണ് പോലീസ് തീരദേശ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. പൊന്നാനി, താനൂർ, തിരൂർ തുടങ്ങിയ മേഖലകൾ എവിടെയൊന്നും തന്നെ കൊട്ടിക്കലാശത്തിന് നഗരത്തിൽ പോലീസ് അനുമതി നൽകിയിട്ടില്ല. തീരദേശ മേഖലയിലും കൊട്ടിക്കലാശത്തിന് പോലീസ് അനുമതി നൽകിയിട്ടില്ല. ഇതെല്ലാം തന്നെ വലിയ സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത ഉണ്ട് എന്ന മുൻകരുതലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മലപ്പുറം നഗരത്തിന്റെ കുന്നുമലിൽ കാണാൻ സാധിക്കുന്നത് ഇരു കൂട്ടരും LDF പ്രവർത്തകരും UDF പ്രവർത്തകരും പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്കിടയിൽ പോലീസ് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ ഒരു വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുന്നില്ല എന്നത് ഉണ്ടാകുന്നത്. ഇവർ കൊടിയൂരി അതിന്റെ കോല് അപ്പുറത്തേക്ക് എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെ ഇരു കൂട്ടർക്കുമിടയിൽ ഒരു മതിൽ പോലെ നിവർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ജാഗ്രതയോടെയാണ് ഇവിടെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ സംഘർഷങ്ങളിലേക്ക് വഴിമാറാനുള്ള സാധ്യത നമുക്ക് കുന്നുമലിൽ തള്ളിക്കളയാനാകില്ല. അനുമോദ്, കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം തന്നെ കൊട്ടിക്കലാശത്തിലെ പ്രകടനത്തിൽ റാലിയിലും പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും സാന്നിധ്യം ഉണ്ടായിരുന്നോ? മലപ്പുറത്ത് SPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ പോലീസിനെ മലപ്പുറം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അവരെ ഈ പ്രശ്നം നടക്കുന്ന ഈ സ്ഥലത്തേക്ക്, അതായത് LDF പ്രവർത്തകരും UDF പ്രവർത്തകരും നേരത്തെ മുദ്രാവാക്യം വിളിക്കുകയും പ്രകോപനം തുടരുകയും ചെയ്യുന്ന ഈ മേഖലയിലേക്ക് കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ സംയമനം പാലിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു പ്രശ്നങ്ങളും ഇതുവരേക്കും, അതായത് ഇപ്പോൾ പ്രകടനം തുടങ്ങി കൊട്ടിക്കലാശം തുടങ്ങി 2 മണിക്കൂറിലേറെ സമയം പിന്നിട്ടിരിക്കുന്നു. ഇതുവരേക്കും വലിയ പ്രശ്നങ്ങളൊന്നും മലപ്പുറം നഗരത്തിൽ കുന്നുമൽ ഭാഗത്ത് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. LDFന്റെ സ്ഥാനാർത്ഥി VP സാനു 1.5 മണിക്കൂർ മുമ്പ് തന്നെ കൊട്ടിക്കലാശ സ്ഥലത്തേക്ക് വന്നിരുന്നു. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രചരണ വാഹനത്തിൽ തുറന്ന ജീപ്പിൽ ഈ കൊട്ടിക്കലാശ വേദിക്ക് അരികിൽ തുടരുകയാണ്. കുഞ്ഞാലിക്കുട്ടി വേങ്ങര മണ്ഡലത്തിലാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം മലപ്പുറം നഗരത്തിലേക്ക് വരുന്നില്ല. പക്ഷേ വലിയ തോതിലുള്ള പ്രവർത്തകരുടെ സംഘം തന്നെ പ്രവർത്തകരുടെ സംഘം തന്നെ ഇവിടേക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോഴും ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ സ്ഥാനാർത്ഥി മലപ്പുറത്തേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് മലപ്പുറം നഗരത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. കാരണം വലിയ തോതിലുള്ള പ്രവർത്തകരുടെ സംഘം മലപ്പുറം നഗരത്തിൽ, അതായത് കുന്നുമൽ നഗരം ഒരു ജനസമുദ്രമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പരസ്പരം ഇവർ വടികളും ചെരുപ്പുകളും കല്ലുകളും പരസ്പരം വലിച്ചെറിയുന്നുണ്ട്. ഒരു കല്ലേറിനുള്ള സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. ഒരുപക്ഷെ കല്ലേറിലേക്കും അത് ലാത്തിചാർജിലേക്കും വഴിമാറാനുള്ള സാഹചര്യം നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പക്ഷേ സംയമനത്തോടെ ഇവരോട് നിയന്ത്രിക്കുവാൻ നേതാക്കൾ ഇടപെട്ടിരിക്കുന്നു. പ്രവർത്തകർ സംയമനം പാലിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്, പോലീസും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് വരും മണിക്കൂറുകൾ, ഇനി ഏകദേശം ഒരു 3/4 മണിക്കൂർ മാത്രമാണ് കലാശക്കൊട്ടിന് ബാക്കി പരസ്യ പ്രചരണത്തിന് ശേഷിച്ചിട്ടുള്ളത്. ഈ അവസാന മണിക്കൂറിന്റെ ആവേശം ഏതെല്ലാം തരത്തിലേക്ക് വഴിമാറുമെന്ന കാര്യത്തിൽ ഒന്നും തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വലിയ തോതിലുള്ള പ്രതിഷേധം ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തകരോട് പുറകിലേക്ക് മാറുവാൻ ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് പ്രവർത്തകർ മുഖാമുഖം കാണുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും ചെരുപ്പുകൾ വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ പിന്നോക്കം ലീഗ് നേതാക്കൾ അല്പം പുറകിലേക്ക് മാറുവാൻ പോലീസ് അഭ്യർത്ഥിച്ചിരിക്കുന്നു. അതിനനുസരിച്ച് പുറകിലേക്ക് മാറുവാനും ലീഗിന്റെ പ്രചരണ വാഹനങ്ങൾ പുറകിലേക്ക് മാറുന്നുണ്ട്. സംയമനം പാലിക്കണമെന്നുള്ള നേതാക്കളുടെ ആഹ്വാനങ്ങൾ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും പാർട്ടി നേതൃത്വവും എല്ലാം തന്നെ മലപ്പുറത്ത് ഇപ്പോൾ ഉള്ളത്. നിലവിൽ സ്ഥിതി സമാധാനപരമാണ്. പക്ഷേ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പ്രകോപനപരമായ പ്രവൃത്തികൾ ഉണ്ടാകുന്നുണ്ട്. ചെറിയ തോതിലുള്ള കല്ലേറും ചെരുപ്പേറും
കൊടി പിടിച്ചുള്ള വടി ഏറും എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. പോലീസ് വളരെ സംയമനത്തോടെ ജാഗ്രതയോടെ ഇവർക്കിടയിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരുന്ന കാഴ്ചയാണ് മലപ്പുറം കുന്നുമൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകുന്നത്. കാണുന്ന ദൃശ്യങ്ങൾ മലപ്പുറം കുന്നുമൽ നഗരത്തിൽ നിന്നുള്ളതാണ്. ജനസമുദ്രമാണ് അവിടെ. പക്ഷേ ആവേശം അതിര് കടക്കുമ്പോൾ കാര്യങ്ങൾ ചെറിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ചെരിപ്പേറുണ്ടാകുന്നു, കല്ലേറുണ്ടാകുന്നു. പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിലധികം ആവേശത്തോടുകൂടി വരുമ്പോൾ നേതാക്കൾ, വിവിധ പാർട്ടികളുടെ നേതാക്കൾ അണികളോട് ആവശ്യപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളുമുണ്ട്. കലാശക്കൊട്ട് പലയിടങ്ങളിലും ചെറിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ പോലീസിനുള്ളതെന്നാണ് CV അനുമോദ് മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. LDF സ്ഥാനാർത്ഥി VP സാനു സ്ഥലത്തുണ്ട്. അതേസമയം വേങ്ങരയിലാണ് കൊട്ടിക്കലാശത്തിലാണ് ലീഗ് നേതാവ് P കുഞ്ഞാലിക്കുട്ടിയുള്ളത്. വീണ്ടും പ്രകടനം അപർണ, ഇപ്പോൾ വലിയ തോതിലുള്ള സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട്. കൊടിയുടെ വടികളെല്ലാം പരസ്പരം വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം ഇരു പാർട്ടികളും ഇരു വിഭാഗക്കാരും പരസ്പരം കുപ്പികളും ചെരുപ്പുകളും ആ കൊടി പിടിച്ചിരുന്ന വടികളുമെല്ലാം തന്നെ പരസ്പരം വലിച്ചെറിയുന്നുണ്ട്. കല്ലുകളും വലിച്ചെറിയുന്നുണ്ട്. വലിയ ഒരു സംഘർഷത്തിലേക്ക് അത് വഴിമാറാനുള്ള സാധ്യതയുണ്ട്. പോലീസ് കൂടുതൽ ജാഗ്രതയോടെ കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നു. പോലീസ് ഇരു വിഭാഗക്കാരെയും രണ്ട് വശത്തേക്ക് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ LDFന്റെ വിഭാഗക്കാരും മറ്റൊരു വശത്തേക്ക് അവരും പോലീസുമായി ചെറിയ സംഘർഷമുണ്ട്. പോലീസിനെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തകർ പോലീസിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വലിയ ഒരു സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം പോലീസും LDF പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്ലേറാനുള്ള സാധ്യതയുണ്ട്. പോലീസ് ഇവരെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ പോലീസിനെ ചോദ്യം ചെയ്യുകയാണ് പ്രവർത്തകർ. പ്രചരണ വാഹനങ്ങളെല്ലാം തന്നെ മലപ്പുറം നഗരമധ്യത്തിൽ നിന്ന് മാറ്റുന്നുണ്ട്. പക്ഷേ ആവേശത്തിലായ പ്രവർത്തകരെ അവരെ പിന്തിരിയാൻ പോലീസ് ആവശ്യപ്പെട്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പിന്തിരിയാൻ സമ്മതം അറിയിച്ചില്ല. തുടർന്ന് പോലീസ് അവരോട് ബലമായി പിന്തിരിപ്പിക്കുകയാണ്. അതിനെയാണ് ഇപ്പോൾ പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാക്കളും സംഘത്തിലെ ഉന്നത നേതാക്കളും വലിയ നേതാക്കന്മാരും പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സംഘർഷത്തിലേക്ക് വഴിമാറാതിരിക്കാനുള്ള ശ്രമങ്ങൾ നേതാക്കന്മാരെല്ലാം തന്നെ മുൻകൈയെടുത്ത് നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരുടെ ആവേശം അത് എത്രമാത്രം നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിലാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കാരണം വലിയ തോതിലുള്ള ആവേശത്തിലുള്ള പ്രകടനമായിരുന്നു കഴിഞ്ഞ 2 മണിക്കൂറായി കുന്നുമൽ നഗരത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ജനസമുദ്രം തന്നെയായിരുന്നു. എല്ലാ പാർട്ടികളുടെയും പ്രചരണ വാഹനങ്ങളും വലിയ തോതിലുള്ള ആഘോഷമായിട്ട് തന്നെയായിരുന്നു കൊട്ടിക്കലാശം നടത്തിയിരുന്നത്. ഇപ്പോൾ അവസാന 1 മണിക്കൂറിലേക്ക് കിടക്കുമ്പോൾ ആവേശം അതിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പരസ്പരം ഇരു വിഭാഗക്കാരും അഭിമുഖം വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അഭിമുഖം വന്ന് പരസ്പരം അവർ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അത് പിന്നീട് കല്ലേറിലേക്കും കൊടിയേറിലേക്കും ചെരുപ്പേറിലേക്കും കുപ്പിയേറിലേക്കും എല്ലാം തന്നെ വഴിമാറുന്ന ഒരു സാഹചര്യമായി. തുടർന്ന് ഇവർ പരസ്പരം അടിയിലേക്ക് വരുന്നൊരു സാഹചര്യം വന്നു. അപ്പോഴാണ് പോലീസ് അതിനു മുമ്പ് തന്നെ പോലീസ് ഇരു വിഭാഗക്കാരുടെ ഇടയിൽ ഒരു മതിൽ പോലെ നിന്ന് കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഈ 2 വിഭാഗക്കാരെയും പിന്നിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ മലപ്പുറം നഗരത്തിലെ നിലവിലെ സംഘർഷാവസ്ഥ ശാന്തമാക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരുടെ വാഹനത്തെ എല്ലാം തന്നെ നഗരത്തിൽ നിന്നും പോലീസ് പറഞ്ഞയക്കുകയാണ്. മറ്റൊരു തരത്തിലുള്ള സംഘർഷത്തിലേക്ക് വഴി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് പോലീസും നേതാക്കന്മാരും എല്ലാം തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ VP സാനു മലപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കൊട്ടിക്കലാശം കൂട്ടേടിയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു സാധ്യത നേതാക്കളുടെ ഭാഗത്തുനിന്ന് കൂടി ഒരുപക്ഷെ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടോ സ്ഥലത്ത്? അപർണ, പ്രധാന നേതാക്കളല്ല ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാരാണ് LDFന്റെ ഭാഗത്തുനിന്നും ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ വേണ്ടി ഇടപെട്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ പ്രവർത്തകരെല്ലാം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഇരു വിഭാഗക്കാരും നേതാക്കന്മാരെ പരസ്പരം മാറ്റിയിരിക്കുന്നു. 2 വശങ്ങളിലേക്കായി മാറ്റിയിരിക്കുന്നു. ഒരു സംഘർഷത്തിനുള്ള സാധ്യത ഇനി വിരളമാണ്. പക്ഷേ കല്ലേറ് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. കാരണം എത്ര ദൂരെ നിന്നും മുൻപ് 2 തവണ, അതായത് എല്ലാ തവണ മലപ്പുറത്ത് കൊട്ടിക്കലാശം ഉണ്ടാകുമ്പോഴും അവസാനം കല്ലേറും ലാത്തി ചാർജും പതിവാണ്. പക്ഷേ ഇത്തവണ പോലീസ് കുറെ കൂടി ജാഗ്രത കാണിച്ചിരുന്നു. അതായത് ഈ സ്ഥലത്ത് മലപ്പുറം നഗരത്തിലെ വലിയ
കമാനത്തിന് മുകളിൽ കയറി നിൽക്കുവാൻ എല്ലാ പ്രവർത്തകരും ശ്രമിക്കുന്നതാണ്. പക്ഷേ പോലീസ് ഇത്തവണ അവരെ ആ സെന്ററിലേക്ക് വരാൻ അനുവദിച്ചില്ല. അതിൻ്റെ ഇരുവശങ്ങളുമായി ഓരോ പാർട്ടിക്കാർക്കും ഓരോ റോഡുകൾ, ഓരോ ദിശകൾ അനുവദിച്ചിരുന്നു. ആ ദിശയ്ക്ക് അപ്പുറത്തേക്ക് വരാൻ പാടില്ല എന്നായിരുന്നു പോലീസിന്റെ നിർദ്ദേശം. എങ്കിൽ പോലും അത് മറികടന്ന് പ്രവർത്തകർ കുറെ കൂടെ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഇരു വിഭാഗക്കാരും LDF പ്രവർത്തകരും UDF പ്രവർത്തകരും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ സംഘർഷത്തിലേക്ക് കൊട്ടിക്കലാശം കൂട്ടയടിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമായിരുന്നു മലപ്പുറത്ത്. ഒരല്പം മുൻപ് വരെ തൽക്കാലം പോലീസ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുകയില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മലപ്പുറത്ത് നിന്ന് ഇപ്പോഴുള്ളതും. ദൈവത്തിൻ്റെ പേരിൽ ടു ഇൻസൈഡ് ദ ഫീലിംഗ്സ്, ഐ തിങ്ക് ദാറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ദി മോഡൽ കോഡ് ഓഫ് സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് അതേ രീതിയിൽ പറയേണ്ടതാണ്. അതിൽ വേറെ വ്യാഖ്യാനങ്ങൾ ഒന്നും വേണ്ടല്ലോ. ബട്ട് if somebody is trying to misinterpret it or trying to appease the particular sections of the society and soliciting the vote in the name of religion, ഈ മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് അത് അപരാധമാണ്. ദാറ്റ് ഈസ് എ വയലേഷൻ. ചാലക്കുടി മണ്ഡലത്തിലേക്ക് പോയാൽ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് UDF കൺവീനർ കൂടിയായ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. പ്രളയകാലത്ത് മണ്ഡലത്തിൽ നിന്ന് മുങ്ങിയ സിറ്റിംഗ് MP വോട്ട് കൊടുക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും ബെന്നി ബെഹനാൻ പറയുന്നു. MS ഹരീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എങ്ങനെയുണ്ട്? ശുഭപ്രതീക്ഷയാണ്. വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു നല്ല കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി ഈ നിയോജകമണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കും. ഇടയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മറികടന്ന് അത് പരിഹരിക്കപ്പെട്ട ഒരു വലിയ പ്രവർത്തനം, ഒരുപക്ഷെ ചരിത്രപരമായ ഒരു പ്രവർത്തനമായിരിക്കാം ഇവിടെ. ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ എനിക്ക് വലിയ ഞാൻ കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ ആ മാറി നിന്നപ്പോൾ ഇവിടുത്തെ MLA-മാരുൾപ്പെടെ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരുൾപ്പെടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രചരണ പരിപാടി യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോയി. എനിക്കതിനകത്ത് വലിയൊരു പാഠം പഠിച്ചു. കാര്യം ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്നത് ഒരു വ്യക്തി മാത്രമല്ല, എല്ലാ പ്രവർത്തകരും സ്ഥാനാർത്ഥിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ എൻ്റെ സാന്നിധ്യത്തിൽ അവർ തെളിയിച്ചു. അത് വലിയൊരു ആത്മവിശ്വാസമാണ് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തൊക്കെ ഘടകങ്ങളാവും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തീരുമ്പോൾ അനുകൂലമാകാൻ സാധ്യത, പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ? സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയമാണ്. ദേശീയ രാഷ്ട്രീയം കോൺഗ്രസിന് അനുകൂലമാണ്. പരസ്യപ്രചാരണം അവസാനിക്കാൻ കഷ്ടി 45 മിനിറ്റ് കൂടിയാണ് ബാക്കി. വളരെ പെട്ടെന്ന് തിരികെ വരാം. കൊട്ടിക്കലാശത്തിലെ അവസാന മണിക്കൂറിൽ കൂടിയാണ് കടന്നുപോകുന്നത് കേരളം.